السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد. റൗദത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിത സഹോദരങ്ങളെ, മയ്യത്തു പരിപാലനം പാർട്ട് 14. മയ്യത്ത് കുളിപ്പിക്കൽ, അതിൻ്റെ വിശദീകരണം, കുളിപ്പിക്കേണ്ടവർ ആരൊക്കെ എന്നതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. മയ്യത്ത് കുളിപ്പിച്ച വെള്ളം, അതിന് പ്രത്യേക വല്ല പ്രാധാന്യങ്ങളും ഉണ്ടോ? ആ നിലക്ക്, പ്രാധാന്യം ഉള്ള നിലക്ക് ചില ആളുകളുടെ സംസാരങ്ങൾ വരാറുണ്ട്. ഈ വെള്ളം മറ്റു വെള്ളങ്ങൾ ഒഴുക്കുന്ന വേസ്റ്റ് കുഴികളിലേക്ക് ഒഴുക്കാൻ പാടില്ല എന്ന നിലക്ക്, അതുപോലെ ഈ വെള്ളം ഒരു പ്രത്യേക കുഴിയിലേക്ക് ഒഴുക്കി അത് മണ്ണിട്ട് മൂടുന്ന രീതിയുണ്ട്. അങ്ങനെ ചെയ്ത സ്ഥലങ്ങളിൽ 40 ദിവസം വരെ അവിടെ തിരി കത്തിച്ചു വെക്കണം, ചന്ദനത്തിരി, അതല്ലെങ്കിൽ അവിടെ പുകപ്പിക്കണം എന്നിങ്ങനെയുള്ള ചില സംസാരങ്ങളും ചില വിശ്വാസങ്ങളും നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഈ വിഷയത്തിൽ ഈ മയ്യത്ത് കുളിപ്പിച്ച വെള്ളം എവിടേക്ക് വിട്ടാലും വിരോധമില്ല, വേസ്റ്റ് കുഴിയിലേക്ക് പോയാലും ഒന്നും വിരോധമില്ല. പിന്നെ ഒരു കുഴിയിലേക്ക് ഒഴുക്കി, അപ്പോൾ കുഴിക്കുന്ന ഒരു കുഴി, അതിലേക്ക് ഒഴുക്കി മണ്ണിട്ട് മൂടുന്ന ഒരു രീതി നമ്മുടെ നാടുകളിൽ നടന്നു വരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാനമായ കാരണം, ഈ മയ്യത്തിൽ നിന്ന് കുളിപ്പിക്കുന്നതിനിടെയോ മറ്റോ കൊഴിഞ്ഞ മുടി, അത് മയ്യത്തിൻ്റെ കൂടെ കഫൻ തുണിയിലോ അതല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയോ മറവ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ ഇങ്ങനെ കൊഴിയുന്ന മുടി വെള്ളത്തിലൂടെ ഒഴുകിയാൽ അത് ഒരു കുഴിയിലേക്ക് ചെന്നു അത് മണ്ണിട്ട് മൂടിയാൽ അതിനെ മറവ് ചെയ്യുക എന്ന ആ ഒരു കാര്യം അവിടെ സാധ്യമാവുന്നു എന്നുള്ള നിലക്കാണ് അങ്ങനെ ഒരു രീതി അവലംബിച്ചു വരുന്നത്. അതല്ലാതെ ഇങ്ങനെ ഈ ഒരു മുടി മനഃപൂർവ്വം ബാത്റൂമിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമിലുള്ള വെള്ളം പോകുന്ന അതിലൂടെ ഒഴുക്കി വിടാൻ പാടില്ല. മയ്യത്തിൽ നിന്ന് കൊഴിഞ്ഞ മുടി അത് കേവലം ഒരു കുഴിയിലേക്ക് ചെല്ലുന്നു, മൂടുന്നില്ലല്ലോ, മണ്ണിട്ട് മൂടുന്നില്ല, ദഫിന് വരുന്നില്ല. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും ഇങ്ങനെ മുടി കൊഴിയുന്നു എന്നുള്ളത് ബോധ്യമുണ്ടെങ്കിലേ അങ്ങനെ ഒരു കുഴിയിലേക്ക് ഒഴുക്കി മണ്ണിട്ട് മൂടണം എന്നുള്ളത് വരികയുള്ളൂ. അതുപോലെ വല്ല വിസർജ്യങ്ങളൊക്കെ വന്നാൽ അതിൻ്റെ വാസന വരാതിരിക്കാനും അത് കുഴിയിലേക്കാക്കി മണ്ണിട്ട് മൂടും. പുറത്തേക്ക് ഒഴുക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി വരാൻ ഇടയുണ്ട്. അതല്ലാതെ മറ്റു പവിത്രതകൾ ഉള്ളത് കൊണ്ടല്ല. പിന്നെ മരണ വീട് മയ്യത്ത് എടുത്ത ശേഷവും അവിടെ ഈ ഉള്ള ഭക്ഷണങ്ങളൊക്കെ കുഴിച്ചു മൂടണം എന്ന വിശ്വാസങ്ങൾ തെറ്റാണ്. ഈ വെള്ളം മൂടിയ കുഴി അവിടെ ചന്ദനത്തിരി പോലെയുള്ളത് കത്തിച്ചു വെക്കണം എന്ന വിശ്വാസം തെറ്റാണ്. അപ്പം അത്തരത്തിലുള്ള വീടിൻ്റെ 4 പുറം പുകപ്പിക്കണം 40 ദിവസം എന്ന് പറയുന്ന അതൊക്കെ ചില അന്ധവിശ്വാസങ്ങളാണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്.
മയ്യത്തിനെ കുളിപ്പിക്കുന്നതിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും കുളിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. കാരണം മരണത്തോടുകൂടി ഇവർ തമ്മിലുള്ള ബന്ധം പൂർണാർത്ഥത്തിൽ ഇല്ലാതെയാകുന്നില്ല. ചില കാര്യങ്ങളിൽ മാത്രമേ ആ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളത് ഒഴിവാവുകയുള്ളൂ. വികാരവായ്പോടുകൂടെ നോക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അതിൽപ്പെട്ടതാണ്. മദ്ഹബുന അന്നൽ മൗത മുഹരിമുൻ ലിന്നളിരി ബിശഹവത്തിൻ ഫി ഹഖി സൗജൈനി ദൂന നളിരി ബിഗൈരി ശഹവത്തിൻ. മരണം അത് ഹറാമാക്കുന്നുണ്ട് വികാരത്തോടു കൂടെയുള്ള നോട്ടത്തെ, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും. എന്നാൽ ദൂനൻ നളിരി ബി ഗൈരി ഷഹവത്തിൻ, വികാരവായ്പോടുകൂടെയല്ലാതെ നോക്കുന്നതിന് വിരോധവും ഇല്ല. ഭാര്യ ഭർത്താക്കന്മാർ ജീവനോടെയാകുമ്പോൾ വികാരത്തോടുകൂടെ നോക്കുന്നതിനൊന്നും പ്രശ്നമില്ലല്ലോ. പക്ഷെ അത് മരണത്തോടു കൂടെ അവസാനിക്കുന്നു. ഇനി ഭർത്താവിന് ഭാര്യയെ, അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ മരണശേഷം തൊടുന്നതിനും വിരോധമില്ല. അതുകൊണ്ടാണ് കുളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞത്. ഇനി കുളിപ്പിക്കുന്ന സമയത്ത് കയ്യിൽ ശീല ചുറ്റി വേണോ ഔറത്തിൻ്റെ ഭാഗം സ്പർശിക്കാൻ? ഈ വിഷയത്തിൽ നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നതയുണ്ട്. വലഫുൽ ഖിർഖത്തി വാജിബുൻ ലിഹിർമത്തി മസ്സി ശൈഇ മിൻ ഔറത്തിഹി. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഔറത്തിൻ്റെ ഭാഗം ഏതെങ്കിലും അല്പം സ്പർശിക്കണമെങ്കിൽ തുണി ചുറ്റൽ നിർബന്ധമാണ്. കാരണം അല്ലാതെ സ്പർശിക്കൽ ഹറാമാണ്. ഹത്താ ബിന്നിസ്ബത്തി ലി അഹദി സൗജൈനി, ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ഒരാൾ മറ്റാളെ സ്പർശിക്കുന്നത് പോലും ഈ തുണിയില്ലാതെ, മറയില്ലാതെ ഹറാമാണ്. ബിഖിലാഫി നളിരി അഹദിഹിമ, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ഔറത്തിൻ്റെ ഭാഗം നോക്കുന്നതിന് വിരോധമില്ല. ബിലാ ഷഹവത്തിൻ, ഷഹവത്ത് കൂടാതെ നോക്കുന്നതിന് വിരോധമില്ല. വലൗലിൽ ഔറത്തി, അത് ഔറത്തിൻ്റെ ഭാഗത്തേക്കാണെങ്കിലും ശരി. തുഹ്ഫ 3:101. അപ്പോൾ ഇവിടെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ ഔറത്തിൻ്റെ ഭാഗം, ഭാര്യ ഭർത്താവിൻ്റേതും ഭർത്താവ് ഭാര്യൻ്റേതും ഔറത്തിൻ്റെ ഭാഗം മരണശേഷം സ്പർശിക്കണമെങ്കിൽ കയ്യിൽ തുണി ചുറ്റൽ നിർബന്ധമാണെന്ന് പറയുന്നു. എഴുത്തമദഹു ഐൻഷീൻ, ഈ തുഹ്ഫയുടെ ഈ വീക്ഷണത്തെ ഐൻഷീൻ നിഹായയുടെ ഹാഷിയ അലി ഇബ്നു ശബ്റാ മുല്ലസി തങ്ങൾ പ്രബലമാക്കുകയും ചെയ്യുന്നു. എന്നാൽ വഖാല സിമി ഇബ്നു ഖാസിം തങ്ങൾ ഇബാറത്തു ശറഹിൽ ബഹജത്തി ളാഹിറത്തുൻ ഫി ജവാസി മസ്സി അഹദി സൗജൈനി ഔറത്തൽ ആഖിരി ബിലാ ശഹവത്തിൻ. ശർഹുൽ ബഹജന്റെ ഇബാറത്ത് വ്യക്തമാണ്. ഭാര്യ ഭർത്താക്കളിൽ ഒരാൾക്ക് മറ്റവൻ്റെ ഔറത്ത് വികാരമില്ലാതെ തൊടൽ ജായിസാണ് എന്ന വിഷയത്തിൽ. ഇതിനോട് വാഫഖഹു മുഹമ്മദുർ റംലി, ഇതിനോട് ഇമാം റംലി മുഹമ്മദ് റംലി തങ്ങൾ യോജിക്കുന്നുണ്ട്. വഖദാ ഷെയ്ഖുനൽ ബക്കരി ഫി കൻസിഹി, ഷെയ്ഖുന ബക്കരിയും ഈ വിഷയത്തിൽ യോജിക്കുന്നുണ്ട്. അപ്പോൾ മരണശേഷം ഈ പറഞ്ഞതുകൊണ്ട് യജൂസുലി കുല്ലിമെ സൗജൈനി മസ്സുൽ ആഖിരി ബഅദൽ മൗത്ത് ഫി സായിരി ബദനിഹി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും മരണശേഷം ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം തൊടുന്നതിന്, മരണശേഷം ഭർത്താവിൻ്റെയോ ഭാര്യൻ്റെയോ ഔറത്തിൻ്റെ ഭാഗമാണെങ്കിൽ പോലും തൊടുന്നതിന് വിരോധം ഇല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ തേട്ടം. അപ്പോൾ ഇബ്നു ഹജർ തങ്ങൾ, മുഹമ്മദുർ റംലി തങ്ങൾ ഈ വിഷയത്തിൽ ഭിന്നത വീക്ഷണമുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അപ്പോൾ ഇതിൽ നിന്ന് സ്പർശനം പറ്റും വികാരമില്ലാതെ എന്ന് വരുമ്പോൾ അവർക്ക് മരണശേഷം ചുംബിക്കുന്നതിനൊന്നും വിരോധമില്ല. അതൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഷെർവാനി 3:101, ജമൽ 2:150-51. മയ്യത്തിൻ്റെ ആളുകൾക്ക് അതുപോലെ മയ്യത്തിൻ്റെ സ്നേഹിതന്മാർ പോലെയുള്ള മയ്യത്തുമായി ഒരു അടുപ്പമുള്ള ബന്ധമുള്ള ആളുകൾക്ക് അനുവദനീയമാണ് തഖ്ബീലു വജ്ഹിഹി, മയ്യത്തിൻ്റെ മുഖം ചുംബിക്കൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബ്ബല വജ്ഹ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു ബഅദ മൗതിഹി. ഉസ്മാൻ ബിൻ മദ്ഊൻ എന്നവരുടെ മുഖം അവർ മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ചുംബിച്ചു എന്നാണ്. അതുപോലെ അബൂബക്കർ തങ്ങൾ ഖബ്ബല വജ്ഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ മൗതിഹി. റസൂലുള്ളാഹി വഫാത്തായ ശേഷം റസൂലുള്ളാഹിന്റെ മുഖം സിദ്ദീഖ് തങ്ങളും ചുംബിച്ചിട്ടുണ്ട്. അപ്പം മയ്യത്തിൻ്റെ കുടുംബക്കാർക്കും മയ്യത്തുമായി ബന്ധമുള്ള സ്നേഹിതന്മാർക്കും ഇങ്ങനെ ചുംബിക്കൽ പറ്റും, അനുവദനീയമാണ്. അനുവദനീയമാണ് എന്ന് പറയുമ്പോൾ ഈ മയ്യത്ത് സ്വാലിഹായ ഒരു മയ്യത്താണെങ്കിൽ അത് സുന്നത്തും കൂടിയാണ്. സ്വാലിഹ് അല്ലാത്ത ഒരു മയ്യത്താണെങ്കിൽ, സ്വാലിഹാണ് എന്ന് അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ, അപ്പോൾ ഈ മയ്യത്തിൻ്റെ ആളുകൾക്ക് മയ്യത്തിൻ്റെ സ്നേഹിതന്മാർക്കൊന്നും മയ്യത്തിനെ ചുംബിക്കൽ സുന്നത്തില്ല, പക്ഷെ അനുവദനീയമാണ്. ഇതാണ് തുഹ്ഫ. മുഖത്തെ മാത്രമല്ല, കയ്യിനെ, അതല്ലെങ്കിൽ കൈയല്ലാത്ത മറ്റു മിൻ ബഖിയത്തിൽ ബദനി, മറ്റു ശരീരഭാഗങ്ങളൊക്കെ ചുംബിക്കാം. അപ്പോൾ സാലിഹാണെങ്കിൽ സുന്നത്താണ് മയ്യത്ത്, സാലിഹല്ലെങ്കിൽ സുന്നത്തില്ല, ജായിസാണ്. ഇപ്രകാരമാണ് തുഹ്ഫ 3:183 എന്നാൽ ഖിലാഫല്ലി നിഹായത്തി വൽ മുഗ്നി, നിഹായയും മുഗ്നിയും അവർ പറയുന്നത് യംബഗി നദ്ബുഹു ലി അഹ്ലിഹി വ നഹ്വിഹിം, മയ്യത്ത് സാലിഹല്ലെങ്കിലും മയ്യത്തിൻ്റെ ആളുകൾക്കും മയ്യത്തിൻ്റെ ആളുകളെ പോലെ സ്നേഹിതന്മാരായി ബന്ധമുള്ള ആളുകൾക്കും സുന്നത്തുണ്ട്. അത് മയ്യത്ത് സാലിഹാകണം എന്നില്ല. ഇനി മയ്യത്ത് ഒരു സാലിഹല്ല എന്ന് പറയുമ്പോൾ തന്നെ മആസി കൊണ്ട് അറിയപ്പെട്ട ഒരു മയ്യത്താണ്, തെറ്റുകൾ ചെയ്യൽ അറിയപ്പെട്ട ഒരു മയ്യത്താണെങ്കിൽ, അപ്പോൾ ആ മയ്യത്തിനെ ചുംബിക്കൽ കറാഹത്താണെന്നു വരെ ഇമാമുകൾ പറയുന്നുണ്ട്. ഷെർവാനി 3:183. അപ്പോൾ ഈ പറഞ്ഞതിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും വികാരമില്ലാതെ ചുംബിക്കുന്നതിനും വിരോധമില്ല എന്ന് മനസ്സിലാക്കാം, പ്രയാസമില്ല. വല്ലാഹു അഅലം ബിസ്സവാബ്. ചില മയ്യത്തുകളെ കുളിപ്പിക്കാൻ സാധ്യമാവാറില്ല. അങ്ങനെ വന്നാൽ വമൻ തഅസ്സറ ഗുസ്ലുഹു ലിഫഖദി മാഇൻ ഔ ലിനഹ്വി ഹർഖിൻ ഔ ലദ്ഗിൻ വലൗ ഗുസില തഹറ ഔ ഖീഫ അലൽ ഗാസിലി മിൻ സറായത്തി സുമ്മി ഇലൈഹി. വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ മയ്യത്തിനെ കുളിപ്പിക്കൽ പ്രയാസമായി, അതല്ലെങ്കിൽ മയ്യത്ത് തീയിൽ കരിഞ്ഞ മയ്യത്താണ്, അതുപോലെയുള്ള പ്രശ്നമുണ്ട്, മയ്യത്തിനെ കുളിപ്പിക്കാൻ സാധ്യമാകുന്നില്ല. ഔ ലദ്ഗിൻ, അതല്ലെങ്കിൽ മയ്യത്തിനെ വല്ല വിഷജീവികളും കടിച്ചു. വലൗ ഗുസ്ല തഹറ, മയ്യത്തിനെ കുളിപ്പിക്കപ്പെടുകയാണെങ്കിൽ മാംസം ഉതിർന്ന് വീഴും.
ഔ ഖീഫ അലൽ ഗാസിലി, അതല്ലെങ്കിൽ കുളിപ്പിക്കുന്ന വ്യക്തിയുടെ മേൽ ഭയമുണ്ട്, കുളിപ്പിക്കുന്ന വ്യക്തിക്ക് ഭയമുണ്ട്, മിൻ സറായത്തി സുമ്മി ഇലൈഹി, ഈ മയ്യത്തിൽ നിന്ന് വിഷം ഈ കുളിപ്പിക്കുന്നവനിലേക്ക് വരും. ചില പേപ്പട്ടി കടിച്ച് വിഷളകി മരണപ്പെട്ട ആളുകളെ സ്പർശിക്കുന്നതും അവരെ കുളിപ്പിക്കുന്നതൊക്കെ ഇത്തരം ചില സാഹചര്യങ്ങളിൽ പ്രയാസമാണ്. വിഷം ഇങ്ങോട്ട് ഏൽക്കുമോ എന്ന ഭയം. വലം യുംകിൻഹു തഹഫുളു, ഈ വിഷം ഇങ്ങോട്ട് ഏൽക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കാൻ സാധ്യവുമാവുന്നില്ല. അതിനെന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ യുമ്മിമ ഉജൂബൻ, നിർബന്ധമായും അവനക്ക് തയമം ചെയ്തു കൊടുക്കപ്പെടണം. തയമം മുഖത്തും രണ്ടു കൈയിലുമാണ് ആ നിലക്ക് ചെയ്യുക. കൽ ഹയ്യി, ജീവനുള്ള ഒരാൾക്ക് തയമം ചെയ്തു കൊടുക്കുന്നത് പോലെ തയമം ചെയ്യാം. ഈ വലൈസ മിൻ ദാലിക, ഈ ഉദ്റ് കുളിപ്പിക്കൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞതിൽ പെട്ടതല്ല. ഖശിയത്തു തസാരിൽ ഫസാദി ഇലൈഹി, മയ്യത്തിലേക്ക് നാശം വരിക എന്നുള്ളതിനെ ഭയക്കൽ. ലി ഖുറൂഹിൻ ഫീഹി, മയ്യത്തിൻ്റെ ശരീരത്തിൽ മുറികളൊക്കെ ഉണ്ട്, അപ്പം ഇനി കുളിപ്പിച്ചാൽ പെട്ടെന്ന് മയ്യത്തിൻ്റെ ശരീരം കേടുവരും. അങ്ങനത്തെ ഒരവസ്ഥ വരികയാണ് എങ്കിൽ അത് കുളിപ്പിക്കുന്നതിന് തടസ്സമല്ല. അല്ലി അന്നഹു സായിറുൻ ലിൽ ബില, മയ്യത്ത് നുരുമ്പുന്നതിലേക്ക് ചെന്ന് ചേരുന്നതാണ്. അവസാനം നുരുമ്പ ചെയ്യുക സാധാരണഗതിയിൽ. അതുകൊണ്ട് അത് മയ്യത്ത് വേഗം കേടുവരും എന്ന് വിചാരിച്ച് കുളിപ്പിക്കാതിരിക്കരുത്. തുഹഫ ഷർവാനി സഹിതം 3/184. ഇനി തയമം ചെയ്യൽ നിർബന്ധമാണ്. വൈങ്കാന അല ബദനിഹി നജാസത്തുൻ, ആ മയ്യത്തിൻ്റെ മേൽ നജസ് ഉണ്ടെങ്കിലും ശരി എന്നാണ് തുഹ്ഫ ഈ വിഷയത്തിൽ പറയുന്നത്. വന്നിയ്യത്തു മന്ദൂബത്തുൻ വഖീല വാജിബത്തുൻ, തയമം ചെയ്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് സുന്നത്താണ്. കുളിപ്പിക്കലിനും നിയ്യത്ത് സുന്നത്തേ ഉള്ളൂ എന്നതുപോലെ പകരം ചെയ്യുന്ന തയമമിന് നിയ്യത്ത് സുന്നത്താണ്. ഖീല വാജിബത്തുൻ, നിർബന്ധമാണ് നിയ്യത്ത് എന്ന ഒരു വീക്ഷണവും ഇവിടെയുണ്ട്. വജറബിനു ഹജരിൻ അല അന്നഹു യുമ്മിമ വൈൻകാന അല ബദനിഹി നജാസത്തുൻ വയുവജ്ജഹു ബിതഅദ്ദുരി ഇസാലത്തിഹ. വമഹല്ലു തവഖുഫി സിഹത്തി തയമ്മുമി വസ്സലാത്തി അലാ ഇസാലത്തി നജാസത്തി ഇൻദഹു ഇൻ അംകനത്ത്. അപ്പം മയ്യത്തിൻ്റെ ശരീരത്തിൽ നജസുണ്ട്, നീക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ, നീക്കം ചെയ്യാൻ പ്രയാസമായ ഒരു ഘട്ടത്തിലാണെങ്കിൽ നീക്കം ചെയ്തില്ലെങ്കിലും തയമം ചെയ്തു കൊടുക്കുകയും ആവാം, നിസ്കരിക്കുകയും ആവാം. ഇതാണ് ഇബ്നു ഹജർ തങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ എന്ന് ഫത്ഹുൽ അല്ലാം 3/187 188. മയ്യത്തിനെ കുളിപ്പിക്കുന്നതും തയമം ചെയ്യുന്നതുമൊക്കെ ആ മയ്യത്തിൻ്റെ മേലുള്ള നമസ്കാരം സാധുവാകാനുള്ള നിബന്ധനയാണ്. അപ്പോൾ ഫലോ മാത ബി ഹദമിൻ വ നഹവിഹി, ഒരു ബിൽഡിങ് തകർന്നുകൊണ്ട് ഒരാൾ മരിച്ചു. വ നഹവിഹി, അതുപോലെയുള്ള സംഗതികളെ കൊണ്ട് മരണമടഞ്ഞു. കവുഖൂഇഹി ഫി അമീഖിൻ ഔ ബഹരിൻ, ഒരു ആഴമേറിയ ഒരു സ്ഥലത്തേക്ക് അവൻ വീണു. ഔ ബഹരിൻ, അതല്ലെങ്കിൽ ബഹറിൽ വീണു, കടലിൽ വീണു. വഖത്ത് തഅദ്ദറ ഇഖ്റാജുഹു മിൻഹു, അതിൽ നിന്ന് അവനെ പുറപ്പെടുവിക്കൽ പ്രയാസകരവുമായി. ഉദാഹരണം, ഒരു കിടങ്ങിലേക്കാണ് വീണു മരണപ്പെട്ട ഒരാൾ. കിടങ്ങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പോകാനുള്ള വീതി താഴേക്കാണ്ട് അത് പതിച്ചു. അവിടെ നിന്ന് പുറത്തെടുക്കാൻ പ്രയാസമാണ്. വഗസ്ലുഹു വ തയമ്മുമുഹു, അങ്ങനെ പുറത്തെടുത്ത് കുളിപ്പിക്കാനും തയമം ചെയ്യാനൊക്കെ പ്രയാസമാണെങ്കിൽ അവിടെ കുളിയും
നടന്നില്ല, തയമ്മുമും നടന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ലം യുസല്ല അലൈഹി, ആ മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ പറ്റൂല എന്നാണ് ലി ഫവാത്തി ഷർത്ത്. കാരണം മയ്യത്തിന് ശുദ്ധി വേണം, കുളിപ്പിക്കൽ കൊണ്ടോ തയമ്മം കൊണ്ടോ ശുദ്ധി വേണം എന്നുള്ളത് ഇവിടെ നഷ്ടപ്പെട്ടു. ഹാദാഹുവൽ മുഅ്തമദ്, തുഹഫ 389 ഈ പറഞ്ഞത്. ഹാദാഹുവൽ മുഅ്തമദ്, തുഹഫ ഈ പറഞ്ഞ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് തന്നെയാണ് പ്രബലമായ വീക്ഷണം. ഖിലാഫൽ ജംഇൽ മിനൽ മുതഅഖിരീന, മുതഅഖിരീങ്ങളായ പിൻഗാമികളായ പണ്ഡിതരിൽ നിന്ന് ഒരു വിഭാഗത്തിനെതിരെ അവർ പറയുന്നു, ഹൈസു സഅമു അന്ന ശർത്ത ഇന്നമാ യുഅ്തബറു ഇൻദൽ ഖുദ്റത്തി, ഇവിടെ കുളിയോ തയമ്മുമോ വേണം നിസ്കാരം സാധുവാകണമെങ്കിൽ എന്ന് പറഞ്ഞത് അത് സാധ്യമാകുമ്പോൾ ആണ് പരിഗണിക്കപ്പെടേണ്ടത് ആ ഷർത്ത്. വലാ വജ്ഹലി തർക്കി സ്വലാത്തി അലൈഹി, അവൻ്റെ മേൽ നമസ്കാരത്തിനെ ഒഴിവാക്കാൻ ന്യായമില്ല. കാരണം ലി അന്നൽ മൈസൂറ ലാ യസ്കുത്തു ബിൽ മഅസൂരി, ഇവിടെ സാധ്യമാകാത്ത കുളിയോ തയമ്മുമോ അവിടെ ഉണ്ട്. കുളിപ്പിക്കാനോ തയമ്മം ചെയ്യാനോ സാധ്യമാകാത്ത വിഷയമാണ്. അത് കാരണമായി ഇവിടെ സാധ്യമായ നമസ്കാരം ഒഴിവാവുകയില്ല എന്നാണ് ഈ പണ്ഡിതന്മാർ പറയുന്നത്. വൽ ഖൽബു ഇലാ മാ ഖാലഹു ബഅദുൽ മുതഅഖിരീന അംയലു, ഷെർവാനി കാണാ, മുതഅഖിരീങ്ങളിൽപ്പെട്ട ചില പണ്ഡിതന്മാർ പറഞ്ഞ ഇതിലേക്കാണ് ഹൃദയം കൂടുതൽ ചായുന്നത്, നമസ്കരിക്കണം. കാരണം വയംബഗി തഖ്ലീദു ദാലിക്കൽ ജംഇ, ഈ വിഭാഗം പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യൽ അത്യാവശ്യമാണ്, എന്നിട്ട് നിസ്കരിക്കുക. ലാസിയമാ ഫിൽ ഗരീഖി, പ്രത്യേകിച്ച് വെള്ളത്തിൽ മുങ്ങി മരിച്ച ഒരു മയ്യത്ത് പുറത്തെടുക്കാൻ സാധിക്കാത്ത ഘട്ടത്തിൽ. കാരണം കുളിപ്പിക്കുക എന്ന പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടായില്ലെങ്കിലും വെള്ളത്തിൽ മുങ്ങി ശുദ്ധിയായിക്കണല്ലോ, ആ നിലക്ക് വെള്ളം ശരീരത്തിലായിട്ടുണ്ടല്ലോ. അലാ മുഖ്താരി റാഫിഈ ഫീഹി, ഈ വിഷയത്തിൽ ഇമാം റാഫി തങ്ങൾ പ്രബലമാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കുളിപ്പിക്കാൻ കഴിയാത്ത, തയമ്മം ചെയ്യാൻ കഴിയാത്ത ഒരു മയ്യത്തിനെ നമസ്കരിച്ചിട്ട് വേണം മറവ് ചെയ്യാൻ എന്ന ഈ പണ്ഡിതന്മാരുടെ അഭിപ്രായം തഖ്ലീദ് ചെയ്യൽ അത്യാവശ്യമാണ്. തഹറുസൻ അൻ ഇസ്റാഇൽ മയ്യിത്തി, മയ്യത്തിനെ നിസ്സാരമാക്കലിനെ തൊട്ട് സൂക്ഷിക്കാൻ വേണ്ടിയും വജബുറൻ ലി ഖാതിരി അഹ്ലിഹി, മയ്യത്തിൻ്റെ ആളുകളുടെ മനസ്സിൻ്റെ പ്രയാസത്തെ പരിഹരിക്കാൻ വേണ്ടിയും. കാരണം മയ്യത്തിൻ്റെ ആളുകൾക്ക് ഞങ്ങളുടെ മയ്യത്തിനെ നിസ്കരിക്കാൻ പോലും കഴിയാതെ മറവ് ചെയ്യേണ്ടി വന്നല്ലോ എന്ന ഒരു പ്രയാസം അവരുടെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ട്, അതുപോലെ മയ്യത്തിനെ നിസ്കരിക്കാതെ മറവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിസ്സാരപ്പെടുത്തൽ, അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിസ്കരിക്കണം, ഈ അഭിപ്രായം സ്വീകരിച്ചിട്ടെങ്കിലും എന്നാണ് ഷെർവാനി 389 പറയുന്നത്. അതുപോലെ ചേലാകർമ്മം ചെയ്യാത്തവനെ തയമ്മം ചെയ്ത് നമസ്കരിക്കൽ വേണം. അവിടെ ചേലാകർമ്മം ചെയ്യാത്ത ഒരു മയ്യത്താണെങ്കിൽ ചേലാകർമ്മം ചെയ്യാൻ പാടില്ല മരണശേഷം. പക്ഷെ തയമ്മം ചെയ്തുകൊണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ചേരാത്ത ഒരു സാഹചര്യത്തിൽ തയമ്മം ചെയ്തുകൊണ്ട് നമസ്കരിക്കണം എന്നാണ് ഇബ്നു ഹജർ തങ്ങളുടെ പക്ഷം. അവിടെ നിസ്കരിക്കാതെ മറവ് ചെയ്യണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. ഇവിടെയും കാണാം യംബഗി തഖ്ലീദുഹു ലി അന്ന ഫീ ദഫനിഹി ബിലാ സ്വലാത്തിൻ അദമു ഇഹ്തിറാമിൻ ലിൽ മയ്യിത്തി, ഇവനെ നിസ്കരിക്കാതെ മറവ് ചെയ്യുന്നതിൽ ആ മയ്യത്തിനെ ഒരു ആദരിക്കാതിരിക്കലുണ്ട്. അതുകൊണ്ട് ഈ നില സ്വീകരിച്ചുകൊണ്ട് അവനെ നിസ്കരിക്കണം ആ മയ്യത്തിൻ്റെ പേരിലും എന്ന് ഷെർവാനി 313 പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ അഭിപ്രായങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നീങ്ങാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കിതാബുൽ ജനായിസ് പാർട്ട് 15. മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ അവസാനത്തിൽ ശുദ്ധമായ വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ അല്പം കൽപ്പൂരം ഇടൽ അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ മയ്യത്തിനെയും കുളിപ്പിക്കുന്ന വെള്ളത്തിൽ അങ്ങനെ ഇടാൻ പാടില്ല. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്തയാൾ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുന്നതിൻ്റെ മുമ്പ് മരണമടഞ്ഞാൽ അവരെ കുളിപ്പിക്കുമ്പോൾ ആ വെള്ളത്തിൽ കൽപ്പൂരം പോലെയുള്ള സുഗന്ധ വാസന ഉള്ള ഒന്നും ഇടാൻ പാടില്ല എന്നാണ്. അതുപോലെ കഫൻ തുണിയിലും സുഗന്ധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വലാ യുഖ്റബുൽ മുഹ്രിമു, മുഹ്രിമിനോട് അടുപ്പിക്കപ്പെടരുത്. ഇദാ മാത ഖബില ഫിഅ്ലി തഹല്ലുലിൽ ഉംറത്തി, ഉംറക്ക് ഇഹ്റാം ചെയ്തവനാണെങ്കിൽ അതിൻ്റെ തഹല്ലുലിൻ്റെ പ്രവൃത്തിക്ക് മുമ്പ്, ഉംറയിൽ നിന്ന് തഹല്ലുലാകുന്ന കാര്യങ്ങൾ മുടിമുറിക്കലാണ്, അതല്ലെങ്കിൽ കളയലാണ്, അത് ചെയ്യുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ, ഔ ഫിഅ്ലി തഹല്ലുലിൽ അവ്വലി ലിൽ ഹജ്ജ്, അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ ഒന്നാം തഹല്ലുലിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മുമ്പാണ് മരണപ്പെട്ടതെങ്കിലും, വലോ ബഅദ ദുഖൂലി വഖ്തിഹി, അതാ തഹല്ലുലിൻ്റെ സമയം കടന്നിട്ടാണെങ്കിലും ശരി, തഹല്ലുൽ ആയിട്ടില്ലെങ്കിൽ ആ മുഹരിമായ മയ്യത്തിനോട് അടുപ്പിക്കപ്പെടരുത്. ത്വയ്യിബൻ, സുഗന്ധവാസനയെ അടുപ്പിക്കപ്പെടാൻ പാടില്ല. വലാ യുഖ്ലത്തു മാഅ ഗസ്ലിഹി കാഫൂറുൻ വനഹ്വുഹു, അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കൽപ്പൂരം അതുപോലെയുള്ളതിനെ കലർത്തപ്പെടാനും പാടില്ല. ഐ യഹ്റുമു തത്യീബുഹു, അതായത് ഇവനെ സുഗന്ധം പൂശലും, വത്തറുൽ കാഫൂരി ഫി മായി ഗസ്ലിഹി, അവനെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കൽപ്പൂരം ഇടലുമൊക്കെ ഹറാമാണ്. കമാ യംതനിഉ ഫിഅലുഹു ഫി കഫനിഹി, ഇതെല്ലാം അവൻ്റെ കഫൻ തുണിയിലും ചെയ്യൽ തടസ്സമായതുപോലെ, പാടില്ലാത്തതുപോലെ. തുഹ്ഫ ഷർവാനി സഹിതം 3/112. മയ്യത്ത് കുളിപ്പിച്ച ശേഷം മയ്യത്തിൽ നിന്ന് നജസ് വല്ലതും പുറപ്പെട്ടാൽ അവിടെ ഈ നജസ് പുറപ്പെട്ടത് കുളിപ്പിച്ചു കഴിഞ്ഞു കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പാവാം, അതല്ലെങ്കിൽ കഫൻ തുണിയിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം കഫൻ ചെയ്തിട്ടാവാം. ചിലപ്പോൾ കഫൻ ചെയ്തു കഴിഞ്ഞ് നമസ്കാരത്തിൻ്റെ മുമ്പ്, അതല്ലെങ്കിൽ നമസ്കാരത്തിന് ശേഷം, ഇങ്ങനെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ ഈ നജസ് പുറപ്പെടാം. ഈ സന്ദർഭങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന ആ കാര്യം, ഇതിൽ വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉള്ള ഒരു മസ്അലയാണ്. ആ വീക്ഷണങ്ങളൊക്കെ അറിഞ്ഞിരിക്കൽ ചില സന്നിഗ്ധ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഉപകരിച്ചേക്കാം. വലൗ ലം യുംകിൻ ഖത്ഉ ദമിൽ ഖാരിജി മിനൽ മയ്യിത്തി ബിഗസ്ലിഹി, മയ്യത്തിനെ കുളിപ്പിക്കൽ കൊണ്ട് ആ മയ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം നിലക്കൽ, അതിനെ മുറിക്കൽ സാധ്യമായിട്ടില്ല. കുളിപ്പിച്ചതുകൊണ്ട് മാത്രം മയ്യത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം നിൽക്കുന്നില്ല, നിർത്താൻ സാധ്യമാകുന്നില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരാം. എങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത മയ്യത്തുകൾക്കൊക്കെ ഇത്തരം ചില സാഹചര്യങ്ങൾ വരാറുണ്ട്.
എങ്കിൽ സഹ ഗസ്ലുഹു വസഹത്തി സ്വലാത്തു അലൈഹി, ആ കുളിപ്പിക്കൽ ശരിയാകും, അവൻ്റെ മേൽ നമസ്കരിച്ചാലും അത് ശരിയാകും. ലിഅന്ന ഗായതഹു അന്നഹു കൽ ഹയ്യി സലിസി, പരമാവധി പറഞ്ഞാൽ ഈ മയ്യത്ത് ഒരു ജീവനുള്ള ഒരാൾ, മൂത്രവാർച്ചക്കാരൻ, അതുപോലെ നിലക്കാതെ ഒരു വ്യക്തിയിൽ നിന്ന് വല്ലതും വന്നുകൊണ്ടിരിക്കുന്ന സലിസ്, ആ സലിസിൻ്റെ ഹുക്കുമ് പോലെയാണ്, അവൻ സലിസിനെ പോലെയാണ്. വഹുവ തസിഹു സ്വലാത്തുഹു, ഈ സലിസിൻ്റെ നമസ്കാരം സഹിഹാണ്, സാധുവാണ് എന്നതുപോലെ ഫഖദ സ്വലാത്തു അലൈഹി, അവൻ്റെ മേലുള്ള നമസ്കാരവും സാധുവാണ്. വഖളിയത്തു തശ്ബീഹി ബിസ്സലിസി, ഇങ്ങനെ രക്തം നിലക്കാത്ത ഈ മയ്യത്തിനെ സലിസിനോട്, മൂത്രം പോലെയുള്ള വാർച്ചക്കാരനോട് സാദൃശ്യമാക്കിയതിൻ്റെ തേട്ടം ഉജൂബു ഹസ്വി മഹല്ലിദ്ദമി, രക്തത്തിൻ്റെ ആ സ്ഥലത്തെ പൊതിയൽ നിർബന്ധമാണ്. ബിനഹവി ഖുത്നത്തിൻ, പഞ്ഞി പോലോത്തതുകൊണ്ട്. വ അസ്ബുഹു, അതിനെ കെട്ടലും നിർബന്ധമാണ്. അഖിബൽ ഗസ്ലി, ഈ കഴുകിയ ശേഷം, കുളിപ്പിച്ച ശേഷം. വൽ മുബാദറത്തു ബിസ്സലാത്തി അലൈഹി, ഈ മയ്യത്തിൻ്റെ മേലുള്ള നമസ്കാരം കൊണ്ട് ഉളരലും നിർബന്ധമാണ്. ബഅദഹു, ഈ കുളിപ്പിച്ച ശേഷം, ഇങ്ങനെ വെച്ച് കെട്ടിയ ശേഷം വേഗത്തിൽ നിസ്കാരം കൊണ്ട് ഉളരുക. ഹത്താ എന്ന് വെക്കുമ്പോൾ ലൗ ഉഖിറത്ത്, ഈ മയ്യത്തിൻ്റെ മേലുള്ള നമസ്കാരത്ത് പിന്തിക്കപ്പെട്ടാൽ, ലാലി മസ്ലഹത്തി സ്വലാത്തി, നിസ്കാരത്തിൻ്റെ മസ്ലഹത്തുകൾക്ക് വേണ്ടിയല്ല, അങ്ങനെ നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് സരിസിന്, ജീവനുള്ള ഒരു സരിസിന് വുളുഇൻ്റെ ശേഷമൊക്കെ നമസ്കാരം പിന്തിക്കാം എന്നതുപോലെ നിസ്കാരത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയല്ല പിന്തിക്കപ്പെട്ടത് എങ്കിൽ വജബ ഇആദത്തു മാ ദുക്കിറ, മേൽ പറയപ്പെട്ടതിനൊക്കെ മടക്കൽ നിർബന്ധമാകും. എന്ന് പറഞ്ഞാൽ ഈ നജസ് പുറപ്പെടുന്ന സ്ഥലം കഴുകി വീണ്ടും പഞ്ഞൊക്കെ വെച്ച് കെട്ടേണ്ടി വരും. വയംബഗി അന്ന മിനൽ മസ്ലഹത്തി, ഈ മസ്ലഹത്തിന് വേണ്ടി പിന്തിക്കാം എന്ന് പറഞ്ഞ മസ്ലഹത്തിൽപ്പെട്ടതാണ് കസറത്തുൽ മുസല്ലീന, നിസ്കരിക്കുന്ന ആളുകൾ അധികരിക്കുക, മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കാനുള്ള ആളുകൾ വർദ്ധിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തിക്കലാണെങ്കിൽ അതിന് കുഴപ്പം ഇല്ല, വിരോധമില്ല. കമാഫി തഖീരി സലിസി ലിജാബത്തിൽ മുഅദ്ദിനി വന്തിലാരിൽ ജമാഅത്തി, മൂത്രവാർച്ചക്കാരനെ പോലെയുള്ള സലിസ് നമസ്കാരത്തെ പിന്തിക്കൽ പറ്റും അവനക്ക്, എന്തിനു വേണ്ടി? ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് ഉത്തരം നൽകാനും ജമാഅത്തിനെ പ്രതീക്ഷിച്ചിട്ടൊക്കെ പറ്റുമെന്നുണ്ടല്ലോ, എന്നതുപോലെ പറ്റും. ആളുകൾ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകളുടെ നിസ്കാരം പിന്തിച്ചാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ മുമ്പത്തതുപോലെ വീണ്ടും കഴുകി വൃത്തിയാക്കി വെച്ച് കെട്ടേണ്ടി വരും. ഷെർവാനി 3:106 ഉണ്ട്, തർശീഹ് 138. ഈ പറഞ്ഞ മസ്അല ഖല്ലൂബി 1:325 ഉണ്ട്. ഇനി മറ്റൊന്ന്, വഖഅ സുആലു അൻ മയ്യിത്തിൻ അക്കലൽ മർദു ലഹമ മഖ്റജിഹി, ഒരു മയ്യത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം, രോഗം ആ മയ്യത്തിൻ്റെ മുന്തുവാരത്തിൻ്റെയോ പിന്തുവാരത്തിൻ്റെയോ മാംസം തിന്നിരിക്കുന്നു. അങ്ങനെ വലം യുംകിനുൽ ഗാസിലു ഖത്അൽ ഖാരിജി മിൻഹു, ഇവൻ്റെ ഈ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്നതിനെ മുറിക്കാൻ കുളിപ്പിക്കുന്ന ആൾക്ക് സാധ്യമാകുന്നില്ല. എന്നാൽ ഫമൽ ഹുക്കുമു ഫിസ്സലാത്തി അലൈഹി, ഇത്തരത്തിലുള്ള ആളുകളുടെ മേൽ നമസ്കരിക്കുന്നതിലുള്ള വിധി എന്താണ്? ഹീനൈദിൻ, ഇത്തരം സാഹചര്യത്തിൽ അഖൂലു, ഞാൻ പറയുന്നു, അൽ വാജിബു, നിർബന്ധമായത്, ഇത്തരത്തിലുള്ള ആളുകളുടെ കാര്യത്തിൽ നിർബന്ധമായത്, അൻ യഗ്സില ദാലിക്കൽ മയ്യിത്ത, അല്ലെങ്കിൽ അൻ യുഗ്സല ദാലിക്കൽ മയ്യിത്തു, ആ മയ്യത്തിനെ കുളിപ്പിക്കപ്പെടലാണ്. വയുഗ്സല മഖ്റജുഹു ബി ഖദ്രിൽ ഇംകാൻ,
ആ രക്തമോ മലമൂത്രമോ ഒക്കെ പുറപ്പെടുന്ന ആ സ്ഥലത്തെ കഴിവിൻ്റെ പരമാവധി കഴുകപ്പെടുക. എന്നിട്ട് യുസദ്ദ മഖ്റജുഹു ബി ഖുത്നിൻ ഔ നഹ്വിഹി, ആ മഖ്റജിനെ, ആ പുറപ്പെടുന്ന സ്ഥലത്തെ പഞ്ഞിയോ അതുപോലത്തത് കൊണ്ടോ അടച്ച് വയുസദ്ദ അലൈഹി അഖിബ സദ്ദി ഇസാബത്തുൻ ഔ നഹ്വുഹ, അങ്ങനെ പഞ്ഞും മറ്റുമൊക്കെ വെച്ച് അടച്ച് അതിൻ്റെ ശേഷം അതിൻ്റെ ഉടനെയായി അതിൻ്റെ മേൽ ഒരു തുണി കൊണ്ടോ അതുപോലെയുള്ളത് കൊണ്ടോ നന്നായി ഭദ്രമായി കെട്ടുക. വയുസല്ല അലൈഹി അഖിബ ദാലിക ഫൗറൻ, അവൻ്റെ മേൽ ഇതൊക്കെ ചെയ്ത ശേഷം വേഗത്തിൽ നമസ്കരിക്കപ്പെടുക. വലോ ഖബല വളഇൽ കഫനി അലൈഹി, മയ്യത്തിൻ്റെ മേൽ കഫൻ തുണി വെച്ച ശേഷമാണെങ്കിലും ശരി നിസ്കരിക്കുക. ഹൈസു ഖീഫ ഖുറൂജു ഷൈഇൻ മിൻഹു, അവൻ്റെ നിന്ന് വല്ലതും പുറപ്പെടലിനെ ഭയപ്പെടുമ്പോഴാണ് വേഗത്തിൽ വേണം എന്നൊക്കെ പറയണത്. ഇനി എത്രത്തോളം ഹത്ത, അല്ലെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി തീരെ മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ പിന്തിക്കരുത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ പരമാവധി വേഗത്തിൽ നമസ്കരിക്കുക. ഹത്താലോ വലബഹു ഷെയ്ഉം ഫി ഹാദിൽ ഹാലത്തി, ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ നമസ്കരിക്കുന്ന ഈ സന്ദർഭത്തിലോ മറ്റോ വല്ലതും അനിയന്ത്രിതമായി പുറത്തേക്ക് വന്നാൽ, വഖറജ മിന്നു ഖഹ്റൻ, നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വല്ലതും പുറത്തേക്ക് വന്നാൽ ഉഫിയ അൻഹു ലിൽ ലറൂറത്തി, അതിനെ തൊട്ട് മാപ്പ് ചെയ്യപ്പെടും ലറൂറത്തിന് വേണ്ടി. അല്ലാതെ വേറെന്ത് ചെയ്യാനാ? ഷെർവാനി 1-395. കുളിപ്പിച്ച ശേഷം കഫൻ തുണിയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നജസ് പുറപ്പെട്ടാൽ വലോ ഖറജ ബഅദഹു അയൽ ഗുസ്ലി, മയ്യത്തിനെ കുളിപ്പിച്ചതിൻ്റെ ശേഷം, വഖബിലൽ ഇദ്റാജ് ഫിൽ കഫനി, കഫൻ തുണിയിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് നജസ് പുറപ്പെട്ടാൽ, വലോ മിനൽ ഫർജി, അത് ഗുഹ്യസ്ഥാനത്തിൽ നിന്നാണെങ്കിലും ശരി, വജബ ഇസാലത്തുഹു, അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ് ആ നജസിനെ. തൻലീഫൻ ലഹു മിൻഹു, ഈ നജസിൽ നിന്ന് ആ മയ്യത്തിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി. ഫഖത്ത്, അത് നീക്കം ചെയ്യലേ നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞ ഐ മിൻ ഗൈരി ഇആദത്തി ഗുസ്ലിൻ ഔ ഗൈരിഹി, വേറെ കുളിപ്പിക്കൽ മടക്കേണ്ടതില്ല, അതുപോലെ ഉളൂഅ് മടക്കേണ്ടതില്ല. വക്കീല, ഇവിടെ മറ്റൊരു വീക്ഷണം, ഇതാണ് ഇപ്പോൾ പ്രബലമായതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി പ്രബലമല്ലാത്ത വീക്ഷണമാണ് ഈ പറയുന്നത്. യജിബു ദാലിക മഅൽ ഗുസ്ലി, മയ്യത്തിൽ നിന്ന് ഇങ്ങനെ പുറപ്പെടുമ്പോൾ നജസ് നീക്കം ചെയ്യണം, കുളിപ്പിക്കലോടുകൂടെ നീക്കം ചെയ്യണം, അത് നിർബന്ധമാണ്. ഇൻ ഖറജ മിനൽ ഫർജി അൽ ഖുബിലി അബിദ്ദുബിലി, മുന്തുവാരമോ പിന്തുവാരമോ ആയ ഫർജിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിൽ. ലിഅന്നഹു യതളമ്മനു തുഹുറ വതുഹുറുൽ മയ്യിത്തി ഗസ്ലു കുല്ലി ബദനി, കാരണം ഇങ്ങനെ പുറപ്പെടുമ്പോൾ അത് ശുദ്ധീകരിക്കലിനെ ഉൾപ്പെടുത്തുന്നുണ്ട്. മയ്യത്തിനെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവനും കഴുകുക എന്നുള്ളതാണ്. വഖീല യജിബുമായ ദാലിക്കൽ ഉളൂഉ കൽ ഹയ്യ്, ഈ കുളിപ്പിക്കലോടുകൂടെ ഉളൂഉം കൂടി നിർബന്ധമാണ് എന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അപ്പം ഇത് ഫർജിൽ നിന്ന്, മുന്തുവാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ പുറപ്പെടുമ്പോഴത്തെ കാര്യമാണ് ഈ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം. പ്രബലമായ അഭിപ്രായമാണ് ആദ്യം പറഞ്ഞത്, കുളിപ്പിക്കേണ്ടതില്ല, ആ നജസ് കഴുകിയാൽ മതി. അമ്മാമ ഖറജ മിൻ ഗൈരിൽ ഫർജി, അപ്പോൾ ഫർജല്ലാത്ത സ്ഥലത്തിൽ നിന്ന്, ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് അല്ല, മുന്തുവാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ അല്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പുറപ്പെട്ടാൽ, അപ്പോൾ മൂക്കിൽ നിന്നോ വായയിൽ നിന്നൊക്കെ പുറപ്പെട്ടു. ഔ ബഅദൽ ഇദ്റാജ് ഫിൽ കഫനി, അതല്ലെങ്കിൽ കഫൻ തുണിയിൽ പ്രവേശിപ്പിച്ച ശേഷം പുറപ്പെട്ടു എന്നാൽ ഫലാ യജിബു, അപ്പോൾ നിർബന്ധമില്ല, ഗൈറു ഇസാലത്തിഹി മിൻ ബദനിഹി വ കഫനിഹി ഖത്അ, ഈ നജസിനെ കഫൻ തുണിയിൽ നിന്നും ശരീരത്തിൽ നിന്നും നീക്കലല്ലാതെ
വേറൊന്നും നിർബന്ധമില്ല ഖത്അൻ. അവിടെ പിന്നെ ആർക്കും എതിരഭിപ്രായമില്ല. അപ്പം പിന്നെ കുളിപ്പിക്കണ്ട, ഉളൂനെ മടക്കണ്ട, ഒന്നും വേണ്ട, എല്ലാവരും ഒരേ അഭിപ്രായം. അപ്പം ഷാമിലുൻ ലിമാ ബഅദ സ്വലാത്തി, കഫൻ തുണിയിൽ പ്രവേശിപ്പിച്ച ശേഷം എന്ന് പറയുമ്പോൾ നമസ്കാരത്തിന് ശേഷമാണെങ്കിലും. അപ്പോൾ അൽ മുഅ്തമദു അന്നഹു യജിബു ഇസാലത്തുഹു മാലം യുദ്ഫൻ, മറവ് ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നെ ഈ നജസ് പുറപ്പെട്ടതൊക്കെ നീക്കം ചെയ്യൽ നിർബന്ധമാണ് എന്നതാണ് മുഅ്തമദ്. ഫതജിബു ഇദാ ഖറജ ബഅദ സ്വലാത്തി, നിസ്കാര ശേഷം പുറപ്പെട്ടാലും ഈ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. തുഹ്ഫ 306, ഇതേ പേജ് ഷെർവാനിയും. അപ്പം ചുരുക്കത്തിൽ മയ്യത്തിൽ നിന്ന് കുളിപ്പിച്ച് ശേഷമായി നജസ് പുറപ്പെട്ടാൽ, അത് എവിടെ നിന്ന് പുറപ്പെട്ടാലും, മറമാടുന്നതിൻ്റെ മുമ്പായിട്ട് പുറപ്പെട്ടാൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. കുളിപ്പിക്കലോ പിന്നെ വേറെ ഉളു ചെയ്തു കൊടുക്കലൊന്നും നിർബന്ധം ഇല്ല. കഫൻ തുണിയിലായാൽ ആ കഫൻ തുണി വൃത്തിയാക്കണം, അതല്ലെങ്കിൽ അത് മാറ്റി വേറെ കഫൻ തുണി വെക്കണം, വേറെ തുണിയിൽ കഫൻ ചെയ്യണം. ഇതാണ് ഇതിലെ പ്രബലമായ വീക്ഷണം. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഈ വിഷയത്തിലുള്ള മറ്റു ചില വീക്ഷണങ്ങൾ പറയാം. ബിഗിയ 84 അൽ ഗുസ്ലു വത്തക്ഫീനു എന്ന അധ്യായത്തിൽ തജിബു ഇസാലത്തുൻ നജാസത്തിൽ ഗൈരിൽ മഅഫൂവി അൻഹാ അനിൽ മയ്യത്ത്, വിട്ടുവീഴ്ചയില്ലാത്ത നജാസത്തിനെ മയ്യത്തിനെ തൊട്ട് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. സവാഉനിൽ അജ്നബിയ്യത്തു, അത് ഈ മയ്യത്തിൽ നിന്ന് പോന്നതല്ല, പുറമേ നിന്ന് ആയ നജസാണെങ്കിലും, വൽ ഖാരിജത്തു മിന്നു, അത് മയ്യത്തിൽ നിന്ന് പുറപ്പെട്ടതാണെങ്കിലും നിർബന്ധമാണ്. ഖബില ഇദ്റാജിഹി ഫിൽ കഫനി, കഫൻ തുണിയിൽ മയ്യത്തിനെ പ്രവേശിപ്പിക്കുന്നതിൻ്റെ മുമ്പാവുമ്പോൾ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. ഇത്തിഫാഖൻ, എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ ഏകോപിച്ചിട്ടുണ്ട്. വലോ മിൻ ഗൈരി സബീലൈനി, അത് മുന്തുവാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ പുറപ്പെട്ടതല്ല എങ്കിൽ പോലും. വകദ ബഅദഹു ഫിൽ അസഹി, ഇപ്രകാരം തന്നെ കഫൻ തുണിയിൽ പ്രവേശിപ്പിച്ച ശേഷം പുറപ്പെട്ടാലും കഴുകൽ നിർബന്ധമാണ്. ഫിൽ അസഹി, പ്രബലമായ അഭിപ്രായത്തിൽ. അപ്പം കഫൻ തുണിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണെങ്കിൽ അസഹിൻ്റെ മുഖാബല, നീക്കം ചെയ്യൽ നിർബന്ധമില്ല എന്ന് മനസ്സിലാക്കാം. ഒന്ന്, ഗസ്ലിൽ കഫനിൽ മുലവ്വസി ബിഹ, ഈ നജസ് കൊണ്ട് പുരണ്ട കഫൻ തുണിയും കഴുകൽ നിർബന്ധമുണ്ട് എന്നതുപോലെ തന്നെ. വലാ തസിഹു സ്വലാത്തു അലൈഹി ഇനഇദിൻ മാ വുജൂദിൽ മാഇൽ മുസ്ദിലില, നജസ് നീക്കം ചെയ്യാൻ ഉള്ള വെള്ളം ഉള്ളതോടുകൂടെ ആ സമയത്ത് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നാണ്. ഇത് ആണ് ഇപ്പം ഇതിലെ ഒരു പ്രബലമായ അഭിപ്രായം. അസഹിൻ്റെ മുക്കാബലയായി പറഞ്ഞ കഫൻ തുണിയിൽ പ്രവേശിപ്പിച്ച ശേഷമാണെങ്കിൽ നീക്കം ചെയ്യേണ്ടതില്ല എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം. ഇനി വക്കാലൽ ബഗ്വി, ഇമാം ബഗ്വി തങ്ങൾ പറയാണ്, ലാ തജിബുൽ ഇസാലത്തു ബഅദൽ ഇദ്റാജി മുത്ലഖൻ, കഫൻ തുണിയിലേക്ക് മയ്യത്തിനെ പ്രവേശിപ്പിച്ച ശേഷം നജസ് പുറപ്പെട്ടാൽ നീക്കം ചെയ്യൽ നിർബന്ധം ഇല്ല. മുത്ലഖൻ, അത് മുന്തുവാരത്തിൽ നിന്നോ പിന്തുവാരത്തിൽ നിന്നോ ആണെങ്കിലും അല്ലെങ്കിലും ശരി. വൈൻ തളമ്മഹൽ കഫന, കഫൻ തുണിയെ ഈ നജസാകെ പുരണ്ടിട്ടുണ്ട് എന്നാലും, ഖുൽതു, ഞാൻ പറയുന്നു, വറജ്ജഹു, ഈ ഇമാം ബഗ്വി തങ്ങൾ പറഞ്ഞതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്, പ്രബലമാക്കിയിട്ടുണ്ട്. ഫിൽ ഇംദാദി, ഇംദാദില്. ഇതാണ് ബിഗിയ 84 പറയുന്നത്. അപ്പോൾ
ഈ ഇമാം ബഗവി തങ്ങൾ പറഞ്ഞ ഈ അഭിപ്രായം, ഇംദാദിൽ ബലപ്പെടുത്തിയ അഭിപ്രായം, കഫൻ തുണിയിലേക്ക് പ്രവേശിപ്പിച്ച ശേഷമാണ് നജസ് പുറപ്പെട്ടത്, അത് കഫൻ തുണിയെ ആകമാനം പൊരളുന്ന വിധത്തിലാണെങ്കിലും ഒന്നും ചെയ്യേണ്ടതില്ല, അങ്ങനെ നമസ്കാരം നിർവഹിച്ച് കഫൻ മറമാടാവുന്നതാണ്. ഇതൊരു പ്രബലമല്ലാത്ത എന്നാൽ കുറെയൊക്കെ അംഗീകരിക്കാവുന്ന ഒരു അഭിപ്രായവുമാണ്. ഇനി മറ്റൊരു മസ്അല, ഇസ്മിദുൽ ഐനൈനി 94. ലൗ ഖറജ മിൻഹു നജസുൻ ബഅദൽ ഗുസ്ലി വലൗ മിൻ ഫർജിൻ, കുളിപ്പിച്ച ശേഷം ഫർജിൽ നിന്നാണെങ്കിലും ശരി അല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നാണെങ്കിലും ശരി നജസ് പുറപ്പെട്ടാൽ, വഖബില തക്ഫീനി, കഫൻ ചെയ്യുന്നതിൻ്റെ മുമ്പുമാണെങ്കിൽ വജബത്ത് ഇസാലത്തുഹു ഫഖത്ത്, ആ നജസിനെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്, അതുമാത്രമേ നിർബന്ധമുള്ളൂ, കുളി മടക്കേണ്ടതില്ല. വലൗ ബഅദ സ്വലാത്തി, അത് നമസ്കാരം നിർവഹിച്ച ശേഷമാണെങ്കിലും നീക്കം ചെയ്യണം, അത് നിർബന്ധമാണ്. ഇന്ദഹുമ എന്ന് പറഞ്ഞ ഇബ്നു ഹജർ തങ്ങളുടെയും റംലി ഇമാമിൻ്റെയും അടുക്കൽ അവരങ്ങനെ പറയണത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഖാല ജംഉൻ, ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു, ലാ തജിബു ഇസാലത്തുഹു ബഅദഹ, നിസ്കാരം കഴിഞ്ഞ ശേഷമാണെങ്കിൽ അതിനെ നീക്കം ചെയ്യൽ നിർബന്ധമില്ല. നജസ് പുറപ്പെട്ടത് നമസ്കാര ശേഷമാണെങ്കിൽ നീക്കം ചെയ്യൽ നിർബന്ധമില്ല എന്ന് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞത് നമസ്കാരത്തിൻ്റെ മുമ്പാണെങ്കിലും കഫൻ തുണിയിൽ കടത്തി പ്രവേശിപ്പിച്ച ശേഷമാവുമ്പോൾ നിർബന്ധമില്ല എന്നാണ് ഇമാം ബഗവി പറഞ്ഞത്. ഇവിടെ ഈ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ളത് നിസ്കാര ശേഷമാവുമ്പോൾ നീക്കം ചെയ്യൽ നിർബന്ധമില്ല എന്നാണ്. ഇനി ഇസ്മിദുൽ ഐനൈനിയിൽ തന്നെ 99-ാമത്തെ പേജ്, ഫറഖു ബൈന സിഹത്തി സ്വലാത്തി അലൽ മയ്യത്തി ഖബല സത്തിരിഹി, മയ്യത്തിനെ മറക്കുന്നതിൻ്റെ മുമ്പ്, കഫൻ ചെയ്യുന്നതിന് മുമ്പ് മയ്യത്തിൻ്റെ മേൽ നിസ്കാരം സാധുവാണ്, എന്നാൽ ബൈന അദമി സിഹത്തിഹ ഖബല തുഹരിഹി, മയ്യത്തിനെ ശുദ്ധിയാക്കുന്നതിൻ്റെ മുമ്പ് നമസ്കാരം സഹീഹ് അല്ല. ഇത് രണ്ടിൻ്റെയും ഇടയിൽ അവർ ഫറഖ് പറഞ്ഞു. മറക്കുന്നതിന് മുമ്പ് നിസ്കാരം ശരിയാവുമെന്നതിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെ മുമ്പാണെങ്കിൽ ശരിയാവുകയില്ല എന്നതിൻ്റെയും ഇടയിൽ ഫറഖ് പറഞ്ഞു. ബി അന്നഅ്തിന അശ്ശാരിഇ ബിത്തുഹരി അഖ്വ, ശാരിഅ് ശുദ്ധി കൊണ്ടുള്ള ഗൗനിക്കൽ അഖ്വ, അതാണ് കൂടുതൽ ശക്തമായത്. അപ്പോൾ ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലാണ് ശാരിഅ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ കൂടുതൽ ഗൗനിച്ചിട്ടുള്ളത്, ശുദ്ധീകരണത്തിൻ്റെ കാര്യത്തിലാണ്. മഅ അന്ന ഹജർ ഖാല ഫി കിതാബിൽ അഅ്ലാം, എന്തോടുകൂടെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ ഇഅ്ലാം എന്ന കിതാബിൽ അതിൽ പറഞ്ഞു, അൽ ഖൗലു ബി അന്ന ഇസാലത്തൻ നജാസത്തി ലാ തുഷ്തർതു ലിസ്സലാത്തി, നിസ്കാരത്തിനക്ക് നജസിനെ നീക്കം ചെയ്യൽ ഷർത്തില്ല എന്ന ഖൗല് ഖവിയുൻ, അത് ശക്തമായതാണ്. നിസ്കരിക്കാൻ നജസിനെ നീക്കം ചെയ്യൽ ഷർത്തില്ല എന്ന ഖൗല് ഖവിയായതാണ്. വൽ ഖൗലു ബി ആദമി ഷർത്തിയത്തി സുത്തുറത്തി, മയ്യത്തിനെ മറക്കൽ അത് ഷർത്തില്ല എന്ന ഖൗല് ലാ യുഅ്തദു ബിഹി, അതുകൊണ്ട് എണ്ണപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോൾ ഫഅലൈഹി സുത്തുറത്തു അഖ്വ, മയ്യത്തിനെ മറക്കുക എന്നുള്ളതാണ് കൂടുതൽ ശക്തമായത്. മറക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഔറത്തിനെ മറക്കുക എന്നുള്ളത് ആയിരിക്കാം ഉദ്ദേശം. അപ്പോൾ മയ്യത്തിൻ്റെ ഔറത്ത് മറക്കൽ ഷർത്തില്ല നിസ്കാരം ശരിയാകാൻ എന്ന് പറയുന്ന ഖൗല് അത് പരിഗണിക്കപ്പെടുകയില്ല. അതനുസരിച്ച് ഈ ഔറത്തിനെ മറക്കുക എന്നുള്ളതാണ്
നജസ്സിനെ നീക്കം ചെയ്യുക എന്നുള്ളതിനേക്കാണ് അക്വയായ ശക്തമായത് എന്ന് വരുന്നു. അപ്പോൾ നജസ് നീക്കം ചെയ്തിട്ടില്ലെങ്കിലും മയ്യത്തു നമസ്കാരം സാധുവാണ് എന്ന് അയിമത്തിന് കൗലുണ്ട്. അത് കുറച്ചു ശക്തമായ കൗലും കൂടിയാണ് ഇതിൽ നിന്ന് വരുന്നു. അപ്പോൾ ആവൃത്തിനെ മറക്കുക, ശുദ്ധീകരണം, ഇവയ്ക്കിടയിലുള്ള ആ ഫർക്ക് വ്യക്തമായല്ലോ. സിമദുല്ലൈനൈനി 99. അപ്രകാരം മുഗ്നി 2:12 പറഞ്ഞിട്ടുണ്ട്. ബൽ ഹക്കൽ ഇസ്നവിയു അൻ ഫതാവൽ ബഗ്വി. ഇമാം ഇസ്നവി ബഗ്വി ഇമാമിൻ്റെ ഫതാവയെ തൊട്ട് ഹിക്കായത്ത് ചെയ്തിട്ടുണ്ട്. എന്ത്? അന്നഹു ലാ യജിബു ഗസ്ലുഹ, നജസിനെ കഴുകൽ നിർബന്ധമില്ല. ഇദാ കാന ബഅദ തക്ഫീനി, ആ നജസ് പുറപ്പെട്ടത് കഫൻ ചെയ്ത ശേഷമാണെങ്കിൽ. അത് നേരത്തെ ബിഗിയയിൽ 84-ാമത്തെ പേജിൽ ഉദ്ധരിച്ച വഖാലൽ ബഗ്വിയു എന്ന് പറഞ്ഞത് തന്നെയാണ് ഈ പറയുന്നത്. അപ്പോൾ മുഗ്നിയിലും 2:12 ഇക്കാര്യം ഉദ്ധരിച്ചിട്ടുണ്ട്. കഫൻ ചെയ്ത ശേഷം നജസ് പുറപ്പെട്ടാൽ അതിനെ കഴുകൽ നിർബന്ധം ഇല്ല എന്ന കൗല്. ഇതൊക്കെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉപകരിക്കും. അത് കഫൻ തുണിയിലായ ശേഷം കഫൻ തുണിയൊക്കെ കഴുകലും മാറ്റലും ഒക്കെ വളരെ പ്രയാസകരമാവുന്ന ചില സാഹചര്യങ്ങളിലൊക്കെ ഈ കൗലുകൾ സ്വീകരിക്കാവുന്നതാണ്. വല്ലാഹു അഅലം ബിസ്സവാബ്.